തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിലെ കൗൺസിലറായ ബി.ജെ.പി. നേതാവ് ആർ. ശ്രീലേഖ കൗൺസിലർ സ്ഥാനം രാജിവെക്കും എന്ന അഭ്യൂഹമാണ് ബി.ജെ.പി. കേന്ദ്രങ്ങളിൽ ഉയരുന്നത്. കാരണം നിരന്തരമായുള്ള അവഗണനയ്ക്കെതിരെ ശ്രീലേഖ ശബ്ദമുയർത്താൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ, തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ശ്രീലേഖയായിരുന്നു ബി.ജെ.പിയുടെ താര കാൻഡിഡേറ്റ്. അവിടെ മേയർ ഉണ്ടാകുമെന്നും വനിതാ മേയർ ആയിരിക്കുമെന്നും ശ്രീലേഖയായിരിക്കും മേയർ എന്നും ബി.ജെ.പി. കൊടുമ്പിരി കൊണ്ട പ്രചരണം നൽകി. ഒടുവിൽ എന്തായി? ബി.ജെ.പി. ജയിച്ചു, 50 സീറ്റ് കിട്ടി. 51ാമനായി പാട്ടൂർ രാധാകൃഷ്ണൻ ഇവിടെ വന്നു. അങ്ങനെ പാട്ടൂർ രാധാകൃഷ്ണന്റെ പിന്തുണയോടുകൂടി മേയറായി. മേയർ സ്ഥാനം ബി.ജെ.പിക്ക് ലഭിക്കുമെന്ന് ഉറപ്പായി. പക്ഷേ ആർ. ശ്രീലേഖ മേയറായില്ല, വെറും വാർഡ് കൗൺസിലറായി തടയപ്പെട്ടു. പിന്നീട് പ്രധാനമന്ത്രി വന്നു. പ്രധാനമന്ത്രി വന്ന യോഗത്തിൽ പോലും എന്താണ്, ഒരു കാവൽ നായയെ പോലെ വാതിൽക്കൽ പോയി നിൽക്കേണ്ട അവസ്ഥ വന്നു മുൻ DGP ആയ ശ്രീലേഖ IPS മാഡത്തിന്. അവിടെയും തഴയപ്പെട്ടു. പ്രധാനമന്ത്രിക്ക് ഒന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കാനോ ഒന്ന് നമസ്തേ പറയാനോ ഉള്ള അവസരം പോലും ശ്രീലേഖയ്ക്ക് നൽകാതെ പാർട്ടി അവരെ അവഗണിച്ചു. അപ്പോഴാണ് ശ്രീലേഖയുടെ ഒരു അഭിമുഖം എടുത്തു വെച്ചിട്ട് പാർട്ടി നേതാക്കൾ പറയുന്നത്, അവർ പറയാൻ പാടില്ലാത്തത് പറഞ്ഞു, അതിന് ക്ഷമ നടത്തണം, അതിന് തിരുത്തി പറയണം. അപ്പോഴവർ പറഞ്ഞു, അയൽപക്കത്തെ ഒരു പയ്യൻ, കുസൃതി പയ്യൻ വന്ന് എന്തോ ചോദിച്ചു, എന്തോ പറഞ്ഞു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞതൊക്കെ കാര്യമായിരുന്നു. എന്നെ മേയറാക്കാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇപ്പോൾ വെറും കൗൺസിലർ. കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാൽ പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? അതാണ് അവരുടെ ന്യായം. ഇപ്പോഴിതാ ഡൽഹിയിൽ സ്വീകരണം കൊടുക്കുകയാണ്. ഡൽഹി സ്വീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് നമ്മുടെ ലോക്ഭവനിൽ സാക്ഷാൽ ഗവർണർ തിരുവനന്തപുരത്ത് ജയിച്ച കൗൺസിലർമാർക്കൊക്കെ ഒരു സ്വീകരണം കൊടുത്തു, ഒരു ചായ സൽക്കാരം. അതിനും മാഡം പങ്കെടുത്തില്ല. വെറും കൗൺസിലറായിട്ട് എങ്ങനെ പങ്കെടുക്കും? യുവമോർച്ചയുടെ കൊടി പിടിച്ചും ബി.ജെ.പിയുടെ കൊടി പിടിച്ചും സമരങ്ങളിൽ പങ്കെടുത്തും സമരങ്ങൾ നയിച്ചും ജലപീരങ്കിയിൽ നിന്ന് വെടിയുണ്ട കണക്ക് ചീറിപ്പായുന്ന നീർധാരയിൽ മുങ്ങി അമർന്നും ഗ്രനേഡുകൾക്ക് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചും വളർന്നു വന്ന ബി.ജെ.പി. നേതാക്കളും യുവമോർച്ച നേതാക്കളുമാണ് പല ആളുകൾ കൗൺസിലർമാർ. അവർക്കൊപ്പം ഞാൻ എങ്ങനെ പോയിരിക്കും? അവരൊക്കെ എനിക്ക് താഴെയല്ലേ? ഞാൻ DGP ആയിരുന്നില്ലേ? ഞാൻ IPS കാരിയല്ലേ? എനിക്ക് താഴെ നിൽക്കുന്ന ആളുകൾക്ക്, എനിക്കൊപ്പം നിൽക്കാൻ യോഗ്യതയില്ലാത്ത ആളുകൾക്കൊപ്പം ഞാൻ എങ്ങനെ പോയിരുന്ന ചായ സൽക്കാരത്തിൽ പങ്കെടുക്കും എന്നാണ് ഈ കൗൺസിലർ മാമിന്റെ ചിന്ത. ഇത് വിമർശനമായി പലയിടത്തും വന്നു. ഗവർണറുടെ വിരുന്നിൽ പങ്കെടുത്തില്ല, അത് തെറ്റായിപ്പോയി. 2 സ്ഥാനമേറ്റ് അത് കൗൺസിലറായി ജയിച്ച് 3ന്റെ അന്ന് വട്ടിയൂർക്കാവ് MLA ആയ VK പ്രശാന്തിനോട് പോയി കൊമ്പ് കൊടുത്തു. ഇതെനിക്ക് ഇത്രയും കുഞ്ഞു മുറിയിലൊന്നും ഇരുന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല, ഞാൻ പഴയ IPS കാരിയാണ്, എനിക്ക് നിങ്ങൾ ഇരിക്കുന്ന കോർപ്പറേഷന്റെ കെട്ടിടത്തിൽ നിങ്ങൾ ഇരിക്കുന്ന മുറി എനിക്ക് ഒഴിഞ്ഞു തരണം. പാവം VK പ്രശാന്ത് കാലാവധി കഴിയുന്നതിന് മുമ്പേ, മാർച്ച് വരെ കാലാവധി ഉണ്ട് ആ മുറിയിൽ ഓഫീസ് പ്രവർത്തിക്കാൻ. ഇതാ നിങ്ങൾ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞ് VK പ്രശാന്ത് പ്രാണനും കൊണ്ടോടി. ഇവരെടുത്ത് തർക്കിച്ചു കഴിഞ്ഞാൽ BJP അത് മുതലെടുക്കും. അത് അറിയാവുന്നത് കൊണ്ടാണ് വട്ടിയൂർക്കാവ് MLA ആയ VK പ്രശാന്ത്, CPM-ന്റെ നേതാവായ VK പ്രശാന്ത് അവിടെ നിന്ന് മാറിയിട്ടു. അതിനും BJP-ക്കാർ ശ്രീലേഖ മാഡത്തെ കുറ്റപ്പെടുത്തി. കാരണം എന്താണ്, VK പ്രശാന്തിനെ പോലെ ഇത്രയും ജനസമ്മതനായ MLA-യെ നേരിടാൻ ഈ കുറുക്കു വഴി തെരഞ്ഞെടുത്തത് മോശമായി പോയി എന്ന് പറഞ്ഞ് ശ്രീലേഖയെ താക്കീത് ചെയ്തു. അവിടെ ശ്രീലേഖയ്ക്ക് നിരാശയാണ്, മാഡത്തിന് നിരാശയായിരുന്നു. ഇപ്പോഴാ ഡൽഹിയിലേക്ക് സ്വീകരണത്തിന് വിളിച്ചിട്ടുണ്ട്. അപ്പോഴും മാഡം പോകുന്നില്ല. ഡൽഹിയിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി ഉണ്ടാവും, അമിത്ഷാ ഉണ്ടാവും, നവീൻ ഉണ്ടാകും. നിതിൻ നവീൻ പുതിയ പ്രസിഡന്റ്, അവരുടെയൊക്കെ ഷേക്ക് ഹാൻഡ് നമസ്കാരവും ഒക്കെ, പിന്നെ അവർക്കൊപ്പം ഒരു ചായ കൂടി, പിന്നെ ഡൽഹി യാത്രയൊന്നും മാഡത്തിന് പുത്തരിയല്ല, പലതവണ പോയിട്ടുണ്ടല്ലോ. ഇത് 3 ദിവസം ട്രെയിനിൽ യാത്രയൊക്കെ ചെയ്ത് അവിടെ എത്തി ഈ സ്വീകരണത്തിൽ പങ്കെടുത്ത വീണ്ടും ട്രെയിനിൽ യാത്ര, അതൊന്നും മാഡത്തിന് ഇഷ്ടമല്ല. വിമാന ടിക്കറ്റ് പാർട്ടി തരപ്പെടുത്തി കൊടുത്തിരുന്നുവെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു എന്നാണ് അണ്ടർഗ്രൗണ്ടിൽ കേൾക്കുന്ന വർത്തമാനം. അങ്ങനെ ശ്രീലേഖ മാഡം ഡൽഹിയിലേക്കുമില്ല. പാർട്ടിക്ക് അത് ഉചിതമാണെന്ന് തോന്നുന്നില്ല. നിരന്തരം പാർട്ടി വേദികളിൽ നിന്ന് അകന്നു നിൽക്കുക, പാർട്ടി നേതാക്കളെ അവഹേളിക്കുന്ന തരത്തിൽ പ്രസ്താവനകൾ നടത്തുക, പാർട്ടി നേതൃത്വത്തെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ പെരുമാറുക. എന്തിന്? ശാസ്തമംഗലത്തെ സാധാരണ ജനങ്ങൾ പോലും പറയുന്നു, ഇങ്ങനെ ഒരു കൗൺസിലർ ഞങ്ങൾക്ക് എന്തിനായിരുന്നു? ശാസ്തമംഗലത്തെ പാർട്ടി അണികൾ പറയുന്നു, ഇങ്ങനെ ഒരു കൗൺസിലർ ഞങ്ങൾക്ക് എന്തിനായിരുന്നു? അങ്ങനെ സാധാരണക്കാരുടെ ഒരു ആവശ്യങ്ങൾക്കും ഒപ്പം നിൽക്കാത്ത ഒരു കൗൺസിലറെ ഞങ്ങൾക്ക് എന്തിനാണ് എന്ന് ജനങ്ങളും ചോദിച്ചു തുടങ്ങിയപ്പോൾ ഇവർ രാജിവെച്ച് പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന ചിന്തയിലായി BJP ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ശ്രീലേഖ മാഡം കൗൺസിലർ സ്ഥാനം മിക്കവാറും രാജിവെക്കും. ഗവർണറോ രാജ്യസഭാ MP കേന്ദ്രമന്ത്രി ഇതിൽ കുറഞ്ഞ ഒരു പരിപാടിക്കും എന്നെ കിട്ടില്ല എന്ന ധാർഷ്ട്യത്തിലാണ് ഈ ശ്രീലേഖ മാം എന്നാണ്
പൊതുജന സംസാരം.